കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നേ ഉള്ളൂ. ഇരിക്കും മാഡം. ആ പ്ലേറ്റിങ് എടുക്ക്, ഞാൻ വിളമ്പോ. ഡാഡി എവിടെ? കഴിക്കാൻ വിളിച്ചില്ലേ? അത് സാറ് പുറത്തുണ്ട്, വിളിച്ചു. നിങ്ങൾ കഴിക്കുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും സൂര്യയെ വിളിച്ചിരുന്നോ? അവൻ എപ്പോ വരുമെന്ന് ചോദിച്ചോ? അവൻ കഴിച്ചോന്ന് ചോദിച്ചോ? സൂര്യ എവിടെയാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടെ? ഏതെങ്കിലും ബാറിലുണ്ടാവും. പാതിര കഴിയാതെ തിരിച്ചു വരില്ലല്ലോ. ഡാഡിക്ക് എന്താ പ്രത്യേകിച്ചൊരു സെന്റിമെന്റ്സ്? അവൻ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കാറില്ലല്ലോ. അതൊരു സൗകര്യമായിട്ട് നിങ്ങൾ കാണുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ ഒന്ന് ഒപ്പം ഇരിക്കാൻ? ഇല്ലേ? എന്ത് കാര്യത്തിനും കുടുംബത്തിനോടൊപ്പം ഇരിക്കാൻ അവനോട് പറഞ്ഞിട്ടില്ലേ? മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാനല്ല, എന്റെ കൂടെ ഇരിക്കാൻ അവന് ബുദ്ധിമുട്ട്. അമ്മയെ തോൽപ്പിക്കാൻ, അതല്ലേ അവന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം. തോൽക്കുകയോ തോൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനിടയില് ഒരമ്മയ്ക്ക് അവനെ മിസ് ചെയ്യുന്നത് ചിലപ്പോ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാത്തിനും പത്മയുടെ അഹങ്കാരം ഒന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ അവഗണന ഉണ്ടല്ലോ, അത് സഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഒരമ്മയോടും മക്കൾ ഇങ്ങനെ പെരുമാറിക്കൂടാ. ഇരിക്കും ഡാഡി. നിങ്ങൾ കഴിച്ചോ, ഞാൻ അവൻ വന്നിട്ട് അവനോടൊപ്പം കഴിച്ചോളാം. ആരെങ്കിലും ഒരാൾ അവനെ കാത്തിരിക്കാനും ഉണ്ടാവട്ടെ. ഈ ഡാഡിയുടെ ഒരു കാര്യം, വെറുതെ മമ്മിയെ മൂഡ് ഓഫ് ആക്കാൻ. മമ്മി കഴിക്കുന്നില്ലേ? വേണ്ട. മേഡത്തിന് നല്ല വിഷമമുണ്ട്. ചില നേരത്ത് തനിച്ചിരിക്കുമ്പോഴേ കണ്ണീരൊഴുകുന്നത് കാണാം. അച്ഛനിതൊരു ഉറങ്ങില്ലേ? ആ വാ, നീ ഇവിടെ വന്നിരിക്കും. എന്താ അച്ഛാ? നീ ഭക്ഷണം കഴിച്ചോ? ഓ യെസ്, അതൊക്കെ എപ്പോഴേ കഴിച്ചു. കള്ളം പറയണ്ട, നീ കഴിച്ചിട്ടില്ല. ഞാൻ നിന്നെ കാത്തിരിക്കുക. ഇരിക്ക. അച്ഛാ എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരിക്കുക.
കഴിക്കടാ. അച്ഛാ, കുഞ്ഞുനാളില് കൈയുറയ്ക്കാത്ത പ്രായത്തിൽ ഒരുപാട് വാരി ഊട്ടിയതല്ലേ ഞാൻ നിന്നെ. ഇപ്പോഴും കൈയുറയ്ക്കുന്നില്ല നിനക്ക്. കഴിക്ക. കുടിക്ക. അച്ഛൻ വാരി തരുമ്പോഴേ വല്ലാത്ത സ്വാദ്. ഇത്രയ്ക്ക് ഇഷ്ടമാണോ അച്ഛൻ എന്നെ? നിനക്ക് വേറെ ആരാടാ ഉള്ളത്? എങ്ങനെ നടന്നിരുന്നവനാടാ നീ? നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഒറ്റയ്ക്ക് നോക്കി നടത്തിയിരുന്നവനല്ലടാ നീ. എന്തൊരു പേടിയും ബഹുമാനമായിരുന്നു നിന്നെ എല്ലാവർക്കും. അതൊക്കെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? അച്ഛാ, ഒരു 4 ഉരുള ചോറ് എന്നതിന്റെ പേരില് എന്നെ ഇങ്ങനെ അഡ്വൈസ് ചെയ്യാതെ. എനിക്കിത് പറഞ്ഞേ പറ്റൂ. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മോനെ. എല്ലാം തിരിച്ചു പിടിക്കാമെന്ന് നീ ചിന്തിച്ചാൽ നിഷ്പ്രയാസം നിനക്കത് സാധിക്കും. എടാ, നീ പാതിരാത്രി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ ഞാനല്ല നിന്നെ കാത്തിരിക്കേണ്ടത്. നിന്നെ കാത്തിരിക്കാനും ഭക്ഷണം വിളമ്പിത്തരാനും നിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ പങ്കുചേരാനും ഒരാളുണ്ടായേ പറ്റൂ.